നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അയ്യപ്പ സംഗമം നാളെ നടക്കാനിരിക്കെ ശബരിമല യുവതീ പ്രവേശന കാര്യത്തിൽ നിയമസഭയിലെ ദേവസ്വം മന്ത്രിയുടെ ഉത്തരത്തിൽ വിവാദം. വി.എൻ. വാസവൻ പറഞ്ഞത് വാസ്തവ വിരുദ്ധം. യുവതീ പ്രവേശനം എതിർത്ത 2016 ഉമ്മൻചാണ്ടി സർക്കാർ നിലപാട് പിണറായി സർക്കാർ തിരുത്തിയതിന് സുപ്രീം കോടതി വിധിന്യായത്തിൽ തെളിവ്. ഒളിച്ചുകളി സർക്കാർ വിശ്വാസികൾക്കൊപ്പമെന്ന് സ്ഥാപിക്കാൻ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഹൈക്കോടതിയിലെ കേസ് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയം അനുവദിക്കാതെ ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചുമാറ്റിയൊരു വിഷയമാണ്. കുറ്റക്കാരെ കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് കുമ്മനം രാജശേഖരൻ. അയ്യപ്പ സംഗമത്തിൽ നിന്ന് പിന്മാറി ഐക്യമലയര മഹാസഭ. ക്രൈസ്തവ സഭകളുമായി ചേർന്ന് നിന്നുള്ള പല ശ്രമങ്ങളും ക്രൈസ്തവരെ അടുപ്പിക്കാൻ വേണ്ടി BJP നടത്തിയിരുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങാനുള്ള ഒരു തീരുമാനം. സഭകൾ ചൂണ്ടിക്കാട്ടിയ പല പ്രശ്നങ്ങൾ, ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിലടക്കം BJP സംസ്ഥാന നേതൃത്വം കാര്യമായി. തിങ്കളാഴ്ച മുതൽ പാലിയക്കരയിൽ വീണ്ടും ടോൾ പിരിക്കാമെന്ന് ഹൈക്കോടതി. അനുമതി ഉപാധികളോടെ ടോൾ നിരക്ക് വർധനയിൽ രേഖകൾ ഹാജരാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം. പ്രശ്നം പരിഹരിച്ചാലും കേസ് അവസാനിപ്പിക്കില്ലെന്നും ഹൈക്കോടതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര പരാതിയിൽ യുവതിയുമായി സംസാരിച്ച മാധ്യമപ്രവർത്തകയുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം. രാഹുലിനെതിരെ യുവതിയുടെ പക്കലുള്ള തെളിവുകൾ കൈമാറിയെന്നും സൂചന. രാഹുലിനും രമേശ് പിഷാരടിക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അഭിനയം രാഷ്ട്രീയമാക്കുന്നവർ ഒന്നും പ്രശ്നമല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ. ഗാസയിൽ സ്ഥിതി അതിരൂക്ഷം. കരയുദ്ധവും ആകാശയുദ്ധവും കടുപ്പിച്ച് ഇസ്രയേൽ. ഗാസയ്ക്ക് പിന്നാലെ ദൈറുലിലും സൈന്യം. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 100-ലേറെ പേർ. വെടിനിർത്താനുള്ള UN രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക. ഏഷ്യാ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരം. എതിരാളികൾ ഒമാൻ. മത്സരം രാത്രി 8-ന്. ഏഷ്യാ കപ്പിലെ പാകിസ്ഥാനെതിരെ ICC അച്ചടക്ക നടപടിക്ക്. അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. അയ്യപ്പ സംഗമം തുടങ്ങാനിരിക്കെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന VS സർക്കാരിന്റെ സത്യവാങ്മൂലമാണ് ശരിയെന്ന് കോടതിയിൽ പറഞ്ഞത് മറച്ചുവെച്ചാണ് യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത്. വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് കാണിക്കാനുള്ള അടവ് നയത്തിന് പ്രത്യക്ഷ ഉദാഹരണമാണ് നിയമസഭയിൽ നൽകിയ മറുപടി. കേരളത്തിൽ നിന്നും അതുപോലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി അങ്ങനെ ശബരിമലയുടെ ഭാവിയിലേക്കുള്ള സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലൂടെയാണ് അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ലക്ഷ്യം. അതിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യങ്ങളും ചർച്ചയ്ക്ക് വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത. അത് അയ്യപ്പ സംഗമത്തിലും അതെ, അതുപോലെ തന്നെ പുറത്തും അത്തരത്തിലുള്ള മറ്റ് ചർച്ചകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. അതിന് പ്രത്യക്ഷത്തിലുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി V.N. വാസവൻ നൽകിയ മറുപടി. ചോദ്യം ഇതായിരുന്നു: 2011-16 കാലഘട്ടത്തിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അന്നത്തെ സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലം അത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. അതിൽ 2016-21 കാലഘട്ടത്തിൽ പിണറായി സർക്കാർ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നായിരുന്നു. ഇല്ല എന്നുള്ള മറുപടിയാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചത്. അതിൽ പല പൊരുത്തക്കേടുകളുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011-16 കാലഘട്ടത്തിലെ സർക്കാരിന്റെ നിലപാടായിരുന്നില്ല ശബരിമലയിലെ യുവതീ പ്രവേശനം
പ്രവേശന വിഷയത്തിൽ 2016, 2021 പിണറായി സർക്കാരിന് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമാത്രമല്ല 2007 VS അച്യുതാനന്ദൻ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ആ നിലപാടിനൊപ്പമായിരുന്നു പിണറായി സർക്കാർ എന്ന കാര്യത്തിലും സംശയമില്ല. അത് 2018 സുപ്രീം കോടതിയുടെ വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അത് 28 പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട്, ജസ്റ്റിസ് ദീപക് മിശ്രയുടെ വിധിയുടെ 28 പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാനും കഴിയും. അതിൽ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരുകൾ ഭരണം മാറി മാറി വന്നപ്പോൾ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ മാറിയിട്ടുണ്ടല്ലോ എന്ന്. അതൊരു വിമർശന വിധേയമായിട്ടായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. അക്കാര്യം വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, 2016 ഫെബ്രുവരിയിൽ, അതായത് പിണറായി സർക്കാരിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന സമയത്ത് ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ. അത് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ സമയത്ത് 2016, അതായത് അതേ വർഷം തന്നെ നവംബർ മാസത്തിൽ സുപ്രീം കോടതി നിലപാട് ആരാഞ്ഞിരുന്നു. അപ്പോൾ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് 2007 VS സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം എന്താണോ അതാണ് ശരിയെന്നാണ്. അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം. അതായത് 2016, 2001 സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതുതന്നെയായിരുന്നു. അതിനു മുൻപുള്ള LDF സർക്കാരിന്റെ അതേ നിലപാട് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ സർക്കാർ ഇത് ഒളിച്ചുവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്? സാങ്കേതികമായിട്ട് ചിലപ്പോൾ ഉന്നയിക്കാമായിരിക്കും, അതൊരു സത്യവാങ്മൂലമായിട്ട് നൽകിയതല്ല, നിലപാട് അറിയിച്ചതാണ് എന്നൊക്കെ. പക്ഷേ LDF സർക്കാരിന്റെ, അതായത് VS സർക്കാരിന്റെ സത്യവാങ്മൂലത്തെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടും അത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ വിഷയം പൊതു മധ്യത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിലും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുടെ ഇടയിലുമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായി പറയാതെ തന്നെ അത് വിശ്വാസികൾക്കൊപ്പമാണ്. അതേസമയം നവോത്ഥാന സംഘടനകളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് നവോത്ഥാന മൂല്യങ്ങൾക്ക് അനുകൂലമാണ്. അവിടെ സ്ത്രീ പുരുഷ ഭേദം ഇല്ല സംസ്ഥാന സർക്കാരിന്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു എന്ന ഒരു നിലപാട് കാണിക്കുന്നതിന് വേണ്ടി ഈ വിഷയം ചർച്ചയിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ആ നിലപാടെടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകാതിരിക്കാൻ 2019 അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് സർക്കാർ. അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒളിച്ചുകളി തുടരുകയാണ്. അത് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്തപ്പോൾ പോലും വാസ്തവ വിരുദ്ധമായ കാര്യം നിയമസഭയെ അറിയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെതിരായിട്ട് UDF MLA-മാർ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാട് പറയാത്തത്? പറയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പക്ഷേ സർക്കാർ അതിൽ വീണിട്ടില്ല. യുവതീ പ്രവേശനം ഒരു വിഷയമേ അല്ല. അക്കാര്യം ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അതെല്ലാം അയ്യപ്പ സംഗമം കഴിയട്ടെ, അതിന് മറ്റൊരു അജണ്ടയാണുള്ളത്, അത് ശബരിമലയുടെ വികസനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ വിമർശനങ്ങളെയും പ്രതിരോധിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കാണുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ വിഷയം മുന്നോട്ട് അയ്യപ്പ വിശ്വാസികൾക്കിടയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. പക്ഷേ അതിൽ വീഴുന്നില്ല സംസ്ഥാന സർക്കാർ. പക്ഷേ അതിനിടയിലും ഇരട്ടത്താപ്പ് വ്യക്തമാണ്. ഒരേ സമയത്ത് തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണെന്നും അതേ സമയത്ത് തന്നെ ഞങ്ങൾ നിലപാടിൽ ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ്, അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അതേ സത്യവാങ്മൂലം തന്നെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ പിന്തുടരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇരട്ടത്താപ്പ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം അത്രയേറെ വിമർശനങ്ങൾ അയ്യപ്പ വിശ്വാസികളോട് സംസ്ഥാന സർക്കാരും CPM-നുമുള്ള നിലപാടിനെക്കുറിച്ച് അത്രയേറെ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒളിച്ചുകളികൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് ഐക്യ മലയരയ മഹാസഭ. സംഗമത്തിൽ പങ്കെടുക്കുമെന്ന പ്രചാരണം തെറ്റാണെന്ന് മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറി PK സജീവ് വ്യക്തമാക്കി. തന്റെ പേര് സംഗമത്തിന്റെ നോട്ടീസിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. മലയരയ സഭ ആവശ്യപ്പെട്ട ഒരാവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കടുത്ത അവഗണനയാണ് ദേവസ്വം ബോർഡ് കാട്ടുന്നതെന്നും PK സജീവ് വിമർശിച്ചു. സർക്കാരിന്റെ നവോത്ഥാന സമിതിയിലുണ്ടായിരുന്ന നേതാവായിരുന്നു PK സജീവ്. ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് പോലും, ഇതൊരു ജനാധിപത്യ ലോകമല്ലേ, അവിടെ ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളെ പമ്പയിൽ നടക്കുന്ന സംഗമത്തിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുകയല്ലേ? ആ ആവശ്യങ്ങൾ എന്താ മാന്യമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ തയ്യാറാകാത്തത്? അത് തയ്യാറാകണമല്ലോ. ഞങ്ങളെ ഇപ്പോൾ പന്തളത്ത് നടക്കുന്ന സമ്മേളനത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. പമ്പയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പോലും പോകുന്നില്ല. കാരണം സമുദായത്തിന്റെ ദുഃഖമാണ്, സമുദായത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ അറിയിക്കുവാനുള്ളത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ എന്തുമാത്രം നിവേദനം മലയരയ സമുദായ
സർക്കാരിലേക്ക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? ആ ചർച്ച നടത്തുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ആ ഒരു ബുദ്ധിമുട്ടുമല്ല ഞാൻ കാണുന്നത്. പമ്പയിൽ നടക്കുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. അതേസമയം പന്തളത്ത് നടക്കുന്നത് ആഗോള അയ്യപ്പ സംഗമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് സഭയ്ക്ക് പറയാനുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയക്കുന്നത് തമിഴ്നാട് മാത്രം. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്ഷണം ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം അവർ പിന്മാറി. ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ പ്രതികരണം. രഞ്ജിത് രാമചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടുതലായി പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അടക്കം നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പലപ്പോഴും നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു. കുറെ ആളുകളെ ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ പങ്കെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം സർക്കാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ലിസ്റ്റിൽ ഒക്കെ അവരുടെ പേരുമൊക്കെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇപ്പോൾ അന്തിമ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ്, 1-2 മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു മന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ഉറപ്പ് വന്നിരിക്കുന്നത്. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് ആന്ധ്ര, തെലങ്കാന, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഒപ്പം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്നിപ്പോൾ സർക്കാരിന് ഏറ്റവും അവസാന നിമിഷം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹൈന്ദവ സംഘടനകൾ ഒപ്പം BJP ഉയർത്തിയ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും സംശയങ്ങളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ പങ്കെടുക്കാത്തത് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അവർക്കും ഈ വിഷയത്തിൽ പങ്കെടുത്താൽ എന്താകുമെന്ന കാര്യത്തിൽ, അതായത് നമുക്കറിയാം ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും അയ്യപ്പ ഭക്തർ സംസ്ഥാനത്തേക്ക് ഈ ശബരിമലയിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ അനവധി ആളുകളാണ് ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ മലയാളികളെക്കാൾ കൂടുതൽ ഈ ഭക്തർ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംശയം ഭക്തരിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സംസ്ഥാനങ്ങളുടെ പ്രതികൾ പങ്കെടുക്കാത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ്. അതായത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ കൂടി ഇത്തരം ആളുകൾ പങ്കെടുക്കാത്തതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ NSS അവരുടെ ഭാഗത്തു നിന്ന് പ്രതിനിധി അയക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SNDPയുടെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മലയാര സഭ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മലയാര സഭ നമുക്കറിയാം ഇവിടെ ഏറ്റവും പ്രധാനമായും ശബരിമലയുമായി ആചാരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമുദായമാണ്. നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് 3800ഓളം പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കും. അതിൽ കൂടുതൽ ആളുകളും നേരത്തെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അവരിൽ ഈ 5000ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് 3800ഓളം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതുകൂടാതെ 500ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, അത് മലയാളികളായിരിക്കും കൂടുതലായും, അവരെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത കൂടുതലായി ഇനിയിപ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പമ്പയിൽ അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കനത്ത ചൂടിനെ മറികടക്കാനുള്ള ജർമ്മൻ പന്തൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുക്കങ്ങൾ വിലയിരുത്താൻ വൈകിട്ട് മുഖ്യമന്ത്രി പമ്പയിലെത്തും. നാളെയാണ് അയ്യപ്പ സംഗമം. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പമ്പയിൽ വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ വരവേൽക്കുന്നതിന് വേണ്ടി, അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി പമ്പയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രം എന്നതിന് അപ്പുറത്തേക്ക് ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക, അതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് വിപുലമായ ചില പദ്ധതികളാണ്. ഇതാണ്, അതായത് ഈ പവലിയനിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട വേദി. ഇവിടെയാണ് നാളെ രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5000ഓളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൌകര്യങ്ങളോട് കൂടിയ ജർമ്മൻ ടെന്റ് പന്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, സാധാരണയായി ഉയരം കൂടിയൊരു സ്ഥലമായതിനാൽ ചൂട് വളരെ കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ ഇവിടേക്ക് എത്തുന്ന അതിഥികൾക്ക് ഈ കാലാവസ്ഥയിൽ
ക്ഷീണം തോന്നാതെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ അതിന് കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളോട് കൂടിയ വലിയൊരു വിപുലമായ ഒരു പന്തൽ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത ഇവിടെ ചൂട് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നു. മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്ത ഈ പന്തലിൽ ചൂട് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെയുണ്ട്. ഏതാണ്ട് 3500 ആളുകൾക്ക് ഇരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇവിടെ ഒരുങ്ങുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയിൽ അവസാനപ്പെട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. എന്തായാലും ഈ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4864 പേരായിരുന്നു ആകെ ഇതുമായി ബന്ധപ്പെട്ട ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത്. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത 3000 പേർക്ക് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ ദേവസ്വം ബോർഡ് തന്നെ നിശ്ചയിച്ച് നൽകുകയായിരുന്നു. അതിനുശേഷം ക്ഷണിക്കപ്പെട്ട മറ്റ് 500 അതിഥികൾക്ക് കൂടി, അതായത് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച മറ്റ് 500 അതിഥികൾക്ക് കൂടി പങ്കെടുക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ. അങ്ങനെ മൊത്തം 3500 ആളുകൾ ആയിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക. അതിൽ തന്നെ 18 ലോക രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 260 പ്രതിനിധികൾ കൂടി ഉൾപ്പെടുന്നുവെന്നതാണ് ഇതിന്റെ ഒരു പ്രസക്തി രാജ്യാന്തര തലത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ ഇപ്പോൾ തയ്യാറായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ, ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച അന്തിമമായ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ശബരിമലയെ ഒരു ഗ്ലോബൽ പിലിഗ്രിം സെന്ററാക്കി, ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രധാനമായി ഇടം പിടിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ്. മറ്റൊന്ന് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ. ഇങ്ങനെ 3 സെഷനുകളായിട്ടായിരിക്കും ഇവിടെ നാളെ ഈ 3500 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ചർച്ചകൾ നടക്കുക. ഇതിൽ ആദ്യ സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പ്രൊഫസർ ബെജൻ എസ് കോത്താരി, അദ്ദേഹം ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള ഉന്നതാധികാര സമിതിയുമായി ബന്ധപ്പെട്ട ആളാണ്. അതോടൊപ്പം ഡോക്ടർ പ്രിയഞ്ജലി പ്രഭാകരൻ, ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള ഉന്നതാധികാര സമിതിയുമായി ബന്ധമുള്ള ആളാണ് ഡോക്ടർ പ്രിയഞ്ജലി പ്രഭാകരൻ. അതോടൊപ്പം ഡോക്ടർ കെ ജയകുമാർ IAS, അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി കൂടിയാണ്. അതോടൊപ്പം പ്രൊഫസർ B സുനിൽകുമാർ. അങ്ങനെ 4 പേരടങ്ങുന്ന പാനലായിരിക്കും ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ പ്രധാനപ്പെട്ട പാനലിസ്റ്റുകൾ. അതോടൊപ്പം രണ്ടാമത്തെ സെഷനിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആത്മീയ ടൂറിസം സർക്യൂട്ടായി ശബരിമലയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച നടക്കുക. അതിൽ TK നായർ, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതോടൊപ്പം ബിജു K IAS, കേരള ടൂറിസം സെക്രട്ടറി, അതോടൊപ്പം S സ്വാമിനാഥൻ, കേരള ട്രാവൽ മാർട്ടിന്റെ സ്ഥാപകനാണ്. അതോടൊപ്പം ബേബി മാത്യു സോമതീരം, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സോമതീരം ആയുർവേദ ഗ്രൂപ്പ്. ഇങ്ങനെ 4 പേർ അടങ്ങുന്ന രണ്ടാമത്തെ സെഷൻ. മൂന്നാമത്തെ സെഷനിൽ തിരക്ക് നിയന്ത്രിക്കുക, ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ എങ്ങനെ വേണം എന്ന കാര്യത്തിലും പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതിൽ പ്രധാനമായി JK പുനൂസ്, മുൻ സംസ്ഥാന പോലീസ് മേധാവിയാണ്. അതോടൊപ്പം S ശ്രീജിത്ത്, ADGP പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ADGP ആണ്. അതോടൊപ്പം അജിത ബീഗം, തിരുവനന്തപുരം റേഞ്ച് DIG, ഡോക്ടർ B പത്മകുമാർ, പ്രിൻസിപ്പൽ ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ്, ഭീമാശേഖർ, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ഇങ്ങനെ ഇത്രയധികം ആളുകളായിരിക്കും. പ്രധാനമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ പ്രധാനപ്പെട്ട തസ്തികകളിൽ ഔദ്യോഗികമായി ചുമതലകൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 3ാം ഘട്ട ചർച്ചയുടെ ഭാഗമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ 3 സെഷനുകളായിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, രാവിലെ 10:30-ക്കാണ് പൊതുസമ്മേളനം, അതായത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പൊതു സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് ശേഷം 3 സെഷനുകളായിട്ടായിരിക്കും ഈ 3 വ്യത്യസ്ത
തലക്കെട്ടുകൾ, അതായത് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഉൾപ്പെട്ട പാനലിസ്റ്റുകൾ ഉൾപ്പെട്ട ചർച്ചകൾ നടക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ, സന്നിഗ്ധമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടി സംസ്ഥാനം എല്ലാ രാഷ്ട്രീയ കക്ഷികളുമൊക്കെ ഒരുപോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വിശ്വാസ സമൂഹത്തിനിടയിൽ കൃത്യമായി ചർച്ചയാകുന്ന തരത്തിലേക്ക് ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഘവുമായി സംസ്ഥാന സർക്കാർ എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതോടൊപ്പം വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തുക എന്നൊരു കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടിയുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെയാണ് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ഒരു നീക്കം പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 9.5 വർഷമായപ്പോൾ മാത്രമാണോ ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചിന്തിച്ചത്, ഈ മാസ്റ്റർ പ്ലാനെ കുറിച്ച് ചിന്തിച്ചത് എന്ന മറുചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഈ അയ്യപ്പ സംഗമത്തെ ചെറുക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ അത് വിശ്വാസികളോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുമായി പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകരാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടടക്കം 260-ലധികം ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന വിവാദങ്ങൾ, തർക്കങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതാണ്ട് 10,000 കോടിയിലധികം രൂപയുടെ ഒരു ബൃഹത്തായ അനുബന്ധ വികസന പദ്ധതി, അതിന്റെ ഒരു ചർച്ചാവേദിയായി നാളത്തെ ഈ ആഗോള അയ്യപ്പ സംഗമം മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് ഈ നാടിന് ഏത് തരത്തിലായിരിക്കും, വിശ്വാസ സമൂഹത്തിന് ഒക്കെ ഒരു നന്മയായി മാറുക, അല്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും രാജ്യത്തിന് ശബരിമല ഒരു വികസനത്തിന്റെ നാന്ദി കുറിക്കലായി ശബരിമല മാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ നടക്കും. അത് കൃത്യമായി സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കേരളത്തിനെ മുഴുവൻ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള ഒരു വികസന പദ്ധതി കൂടിയായി മാറ്റുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അരുൺ എമ്മിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാവരെയും ഒരേ മനസ്സോടെയാണ് ക്ഷണിച്ചതെന്നും പങ്കെടുക്കുകയോ ഇല്ലയോ എന്നത് അവരവരുടെ സൗകര്യമാണെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. ശബരിമല വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം ബോർഡ് ഇതിലൊന്നും രാഷ്ട്രീയം കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നാളെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡും സർക്കാരും മറ്റും കടക്കുന്നത്. നമ്മോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പറും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി ചേരുന്നുണ്ട്. എന്താ ഈ അവസാനവട്ട തയ്യാറെടുപ്പ്? നന്നായി മുൻകരുതലുമായി ബന്ധപ്പെട്ട് നന്നായി തയ്യാറെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുറേയൊക്കെ ഡെലിഗേറ്റ്സുകൾ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. അവരെല്ലാം സ്വീകരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ, രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിയോടുകൂടിയാണ് നമ്മൾ ഔപചാരികമായി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. 9:30 തന്നെ കൃത്യം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ 3 സെഷനുകളുണ്ടാവും. ഒന്നാമത്തെ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ, രണ്ടാമത്തെ വേദിയിൽ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ, മൂന്നാമത്തെ വേദിയിൽ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ 3 വിഷയങ്ങളിലും കൂടി കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി അത് വാലിഡേറ്ററി ഫംഗ്ഷനിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവതരിപ്പിക്കും. നാളെ തന്നെയാണ്. അതിലൊരു കമ്മിറ്റിക്ക് രൂപം നൽകും. ആ കമ്മിറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും നേതൃത്വത്തിലായിരിക്കും. അതിൽ ഓരോ ഇതിന് ആവശ്യമായിട്ടുള്ള പര്യാപ്തമായ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ കമ്മിറ്റി. ആ കമ്മിറ്റി ആയിരിക്കും ഈ മാസ്റ്റർ പ്ലാൻ പിന്നെ വിഭാവന ചെയ്യുന്ന, ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഈ ശബരിമലയുടെ അടിസ്ഥാന വികസനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഈ ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഇതുവരെയുള്ള സഹകരണത്തെക്കുറിച്ച് എന്താണ് ഒരു നിലപാട്? ശബരിമലയുടെ വികസനത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണമെന്നാണ് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്കതിൽ പ്രതിപക്ഷമെന്നോ ഭരിക്കുന്ന പാർട്ടിയെന്നോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെന്നോ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളിതിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ മുഖ്യമന്ത്രിമാർക്കും സത്യത്തിൽ ഞങ്ങൾ കത്തയച്ചു. അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് കിട്ടിയതുകൊണ്ടാണ് അന്ന് അവിടേക്ക് പോകേണ്ടി വന്നത്. മറ്റ് അപ്പോയിന്റ്മെന്റുകളും കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ അത് വലിയ വിവാദമായി. സത്യത്തിൽ എല്ലാവർക്കും ഞങ്ങൾ അയച്ചിരുന്നു. ഇന്ത്യയിലെ എല്ലാ ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കും ഞങ്ങൾ കത്തയച്ചിരുന്നു.
അതേ സമയത്ത് തന്നെയാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ഞങ്ങൾ കത്തയച്ചത്. ഇവിടുത്തെ ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് ഞങ്ങൾ കത്തയച്ചു. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ ഞാൻ നേരിട്ട് തന്നെ പോയി വിളിച്ചു. നല്ല രീതിയിലുള്ള സൗഹൃദവും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് അല്ല പറഞ്ഞത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും എൻ്റെ വകുപ്പിന്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും ശബരിമലയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാവരെയും കൂട്ടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പൊ എന്തുകൊണ്ട് ഇത് സർക്കാർ പിന്തുണയോടുകൂടി നടത്തുന്നു ചോദിക്കുന്നു. ഇപ്പോൾ LDF സർക്കാരാണ്. UDFന്റെ സർക്കാരായിരുന്നെങ്കിൽ ഏത് സർക്കാരിന്റെയും ഒരു പിന്തുണയില്ല. അത് കേരള സർക്കാരിന്റെ ആയാലും കേന്ദ്ര സർക്കാരിന്റെ ആയാലും സർക്കാരുകളുടെ പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. 70 ദിവസത്തെ മണ്ഡല മേഖലകളൊക്കെ മഹോത്സവം നമ്മൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. പോലീസ്, ആരോഗ്യം, റവന്യൂ, അങ്ങനെ ഒരുപാട്, വെള്ളം, വാട്ടർ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. തമിഴ്നാട്ടിൽ മാത്രമുള്ള പ്രതിനിധികളെ ഉള്ളൂ എന്ന് നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനക്കാർ പങ്കെടുക്കാത്തതിനെ കുറിച്ച് അല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നുള്ളതല്ല ഇപ്പൊ ഇവിടെ ചോദിച്ചതിന്റെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലുള്ള മന്ത്രിമാർ എന്നുള്ളതായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മന്ത്രിമാർ VIPs പങ്കെടുക്കുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം ലോകത്തിന് പുറത്തുള്ള, കേരളത്തിന് പുറത്തുള്ള ഒട്ടേറെ സാധാരണ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരുടെ പ്രതിനിധികളെയാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കുന്നത്. അവർക്ക് മുന്നിലാണ്, അവരാണ് ഇവിടെ വരുന്നത്. അവർക്കാണ് അറിയാവുന്നത് ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ വേണ്ടത്. അവരുടെ മുന്നിലാണ് നമ്മൾ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നത്. അവരുടെ നിർദ്ദേശങ്ങളാണ് നമുക്ക് വേണ്ടത്. ആ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാരെയൊക്കെ നേരിട്ട് ക്ഷണിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? അങ്ങനെ ഉദ്ദേശമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് തെലങ്കാന, ആന്ധ്ര, കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്നുള്ള മന്ത്രിമാരടക്കം ക്ഷണിച്ചിരുന്നു. പക്ഷെ അവരാരും പങ്കെടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അറിയുന്നു. അത് എന്താണ് അവർ വരാത്തതെന്ന് ചോദിച്ചാൽ അത് അറിയില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ നിന്ന് 1000 പേർ ഡെലിഗേറ്റ്സായി പങ്കെടുക്കുന്നുണ്ട്. കർണാടകയിൽ നിന്ന് 350 പേർ, ആന്ധ്ര, തെലങ്കാന ഉൾപ്പെടെ ഏതാണ്ട് 450, രണ്ടും കൂടി ഏതാണ്ട് 800 പേർ വരുന്നുണ്ട്. വിദേശത്ത് നിന്ന് 250 പ്രതിനിധികൾ, ഏറ്റവും കൂടുതൽ ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, ഇവിടെ നിന്നാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അങ്ങനെ വിദേശത്ത് നിന്ന് 250 പ്രതിനിധികൾ ഉണ്ടാവും. അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റ് പിന്നെ VIPസും മന്ത്രിമാരും വരാത്തതിനെ കുറിച്ച് ഞങ്ങളെല്ലാം പറയാം. ഞങ്ങളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. വരാത്തതിന്റെ കാര്യം അവരല്ലേ പറയേണ്ടത് ഞങ്ങൾക്ക്. പക്ഷെ എന്തായാലും ഞങ്ങളുടെ ഒരു വിഷയം എന്താണ്, ഞങ്ങൾക്കിത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവരുടെ ഒപ്പീനിയൻ കിട്ടുക, സാധാരണ ഭക്തജനങ്ങളുടെ ഒപ്പീനിയൻ കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചുവടുവെപ്പ് തന്നെയാണ് ആഗോള അയ്യപ്പ സംഘം എന്നുള്ളത്. അതിന്റെ ഇനിയുള്ള റിസൾട്ടുകൾ നമുക്ക് കാണേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും തേടേണ്ടതുണ്ട്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്തി കേസുകൾ പിൻവലിക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനും ദേവസ്വം ബോർഡുമില്ല, മുഖ്യമന്ത്രിയും വാസവനും മാത്രമാണ്. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം, ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 2, ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ, നാമജപഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക്, സ്ത്രീകൾക്കെതിരെ എടുത്ത 1000കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ? 3ാമത്തെ ചോദ്യം, 10 കൊല്ലം ആയി തീരാൻ പോവാൻ. ഭരണത്തിന്റെ സായാഹ്നത്തിലെത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ? ഈ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം. നിങ്ങൾ കണ്ടില്ലേ അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത്? പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല, അയ്യപ്പനും ഇല്ല. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനില്ല. പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ബോർഡിൽ. ദേവസ്വം ബോർഡും ഇല്ല. ദേവസ്വം ബോർഡാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് സ്വാഗത സംഘത്തിൽ കൊടുത്തിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ നാടകം അയ്യപ്പ ഭക്തർ തിരിച്ചറിയും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ചർച്ച അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സ്വർണം അടിച്ചുകൊണ്ടുപോയവരെ സംരക്ഷിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഇതിന് സർക്കാർ മറുപടി പറയും വരെ ആരും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന്
നടപടി നിർത്തിവെക്കുന്ന ഉപക്ഷേപമാണ് ഇന്ന് നൽകിയത്. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ, ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ശബരിമല ഭക്തരെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു. ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡീസ് ആണ്. 52 ക്ലോസ് 7 പ്രകാരം പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിങ്ങൾ പ്രീസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ്. ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് പൂച്ചക്ക് മണികെട്ടാണ്. ഇനി പ്രസിഡന്റ് അനുവദിക്കുന്നല്ല. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൌട്ട് ചെയ്യുന്നു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിലെ ജാള്യം മറയ്ക്കാനാണ് അനുമതി കിട്ടില്ലെന്ന് ഉറപ്പായ വിഷയത്തിൽ റൂൾ 50 നോട്ടീസ് നൽകിയതെന്നായിരുന്നു സർക്കാർ നിലപാട്. സ്വർണം കാണാതായ സംഭവം 2019 മുതൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണെന്ന് ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് മങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ വിഷയം പരിഗണിക്കും. 2019 വിഷയമാണ്, ഇപ്പോഴത്തെ വിഷയമല്ല. 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു പരിശോധന നടത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് ഓഫീസർക്ക് ഉത്തരവ് നൽകി. 30-ാം തീയതി വീണ്ടും ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തേക്കാളും മിനിഞ്ഞാന്നത്തേക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി. കേരളത്തിലെ വിശ്വാസ സമൂഹം കേരളത്തിലെ വിശ്വാസ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെയും എല്ലാം സഹായത്തോടു കൂടി ആഗോള അയ്യപ്പ സംഗമം മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലിപ്പോ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോൾ ഒരു ജാള്യം എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കടത്തിക്കൊണ്ടുപോയി പിന്നീട് അത് പരിശോധിക്കുമ്പോൾ 4 കിലോയോളം കുറവ് വന്നു. ഈ വിഷയമാണ് റൂൾ 50 നോട്ടീസായി ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ നോട്ടീസ് പരിഗണിക്കുമ്പോൾ തന്നെ സ്പീക്കർ പറഞ്ഞത് ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ്, ഇത് ചർച്ച ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ്, സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല നിലപാട്, നോട്ടീസ് പരിഗണിക്കാൻ പോലും കഴിയില്ല നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. എന്തുകൊണ്ടാണ് നേരത്തെയും ഇത്തരം കീഴ്വഴക്കങ്ങൾ, കോടതികളുടെ പരിഗണന വിഷയങ്ങൾ സഭ ചർച്ച ചെയ്ത കീഴ്വഴക്കങ്ങളുണ്ട്, ഇത് മാത്രം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സർക്കാർ നിലപാട് പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിറങ്ങിപ്പോവുകയും ചെയ്തു. ഈ വിഷയം ശബരിമലയിലെ അയ്യപ്പ സംഗമവുമായാണ് പ്രതിപക്ഷം കൂട്ടിച്ചേർക്കുന്നത്. അതായത് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തുന്നു, എന്നാൽ അയ്യപ്പന്റെ സ്വർണം കാണാതെ പോയ സംഭവമുണ്ട്, കട്ടുകൊണ്ടുപോയ സംഭവമുണ്ട്. അതിൽ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യുന്നത്. ആ സ്വർണം എവിടെ പോയി, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് മറുപടി പറയും വരെ അയ്യപ്പ സംഗമത്തിൽ വിശ്വാസികൾ പങ്കെടുക്കരുതെന്നൊരു നിർദ്ദേശം കൂടി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. അദ്ദേഹം അത് പറയുന്നത് 3 കാര്യങ്ങൾ, അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുകയല്ല, ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് സർക്കാരോട് ഇത് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. 3 ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാർ നിലപാട്? നേരത്തെ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ? ഇപ്പോൾ ഈ ഭരണത്തിന്റെ 10ാം വർഷത്തിലാണോ ശബരിമല മാസ്റ്റർ പ്ലാനെ പറ്റി സർക്കാർ ആലോചിക്കുന്നത്? മുതിർന്ന നേതാക്കൾക്കെതിരെ അടക്കമെടുത്ത കേസുകൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ട്, അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത്. ബഹിഷ്കരിക്കാൻ തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ 3 ദിവസം തുടർച്ചയായി സഭയിൽ റൂൾ 50 നോട്ടീസ് ചർച്ച ചെയ്ത് അവിടെ അമ്പെ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം, ജാള്യത മറയ്ക്കാനും
അയ്യപ്പ സംഗമം നന്നായി നടക്കുമ്പോൾ അത് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതിനെ ജാള്യത ഇല്ലാതാക്കാനുമാണ് പ്രതിപക്ഷം ഇന്ന് ഇത്തരമൊരു ഒരിക്കലും അംഗീകരിക്കില്ല, അനുമതി ലഭിക്കില്ലെന്ന് ഉറപ്പായ വിഷയം റൂൾ 50 നോട്ടീസായി കൊണ്ടുവന്നതെന്നാണ് പാർലമെന്ററി കാര്യ മന്ത്രി എം ബി രാജേഷും നിയമമന്ത്രി പി രാജീവും സഭയിൽ വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തിന് ശക്തമായ വിമർശനം അവർ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ദേവസ്വം മന്ത്രി വി എൻ വാസവനും ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നത് മാത്രമാണ് അതിലെ കുറവ്. അതിൽ ആ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കാത്തതിനെ ദേവസ്വം മന്ത്രി വിമർശിച്ചു. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയത് വർഷങ്ങൾ പഴക്കമുള്ള കേസാണ്. കോടതി 2019 നടപടി ആരംഭിച്ച വിഷയമാണ്. അതിൽ സർക്കാർ അന്വേഷണം നടത്തുകയാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ വിഷയം കൂടി അയ്യപ്പ സംഘവുമായി ചേർത്ത് വച്ചാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വരും ദിവസങ്ങളിലും ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കുറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താനും നടപടിയെടുക്കാനും സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് കുമ്മനം രാജശേഖരൻ. അയ്യപ്പ സംഗമത്തിന് പിന്നിൽ സുതാര്യതയില്ല, ദുരൂഹതകളാണെന്നും കുമ്മനം രാജശേഖരൻ വിമർശിച്ചു. 4 കിലോ സ്വർണം കാണാനില്ല എന്നുള്ളത് വളരെ വ്യക്തമായ രേഖയാണ്. അതേക്കുറിച്ച് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റൊന്നും സംസാരിക്കുന്നില്ല? 4 കിലോ സ്വർണം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. 4 കിലോ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിടണ്ടേ? അതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? കോടതിയിരിക്കുന്ന എത്രയോ കേസുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാം. എന്തുകൊണ്ട് കുറ്റക്കാരാരാണെന്നും അത് കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ അയ്യപ്പ സംഗമത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അതിൽ സുതാര്യതയുണ്ടെങ്കിൽ, അതിൽ സുതാര്യ വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നീങ്ങണം. അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ വളരെ പെട്ടെന്ന്, യാതൊരു വിധത്തിലുള്ള ഒരു താമസവും കൂടാതെ വളരെ പെട്ടെന്ന് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി ബി.ജെ.പി. ക്രൈസ്തവരുടെ പൊതുവിഷയങ്ങൾ ഏറ്റെടുത്ത് സമരത്തിന് ഒരുങ്ങുന്നു. തുടക്കമെന്ന നിലയിൽ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ മാർച്ച് നടത്താനാണ് നീക്കം. ഇന്ന് നടക്കുന്ന ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകും. ക്രൈസ്തവ സഭകളുമായി ചേർന്ന് നിന്നുള്ള പല ശ്രമങ്ങളും ക്രൈസ്തവരെ അടുപ്പിക്കാൻ വേണ്ടി ബി.ജെ.പി. നടത്തിയിരുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങാനുള്ള ഒരു തീരുമാനം. സഭകൾ ചൂണ്ടിക്കാട്ടിയ പല പ്രശ്നങ്ങൾ, ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിലടക്കം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം കാര്യമായി ഇടപെടുകയും അവരെ പുറത്തിറക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും പോരാ. അതിനും അപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഉണ്ടായൊരു തീരുമാനം നിരന്തരം സഭാസ്ഥാനങ്ങളിൽ സമ്പർക്കമുണ്ടാകണം എന്നുള്ളതായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ക്രൈസ്തവ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന ആവശ്യം സഭകൾ ഉന്നയിക്കുന്നതാണ്. പക്ഷേ കാര്യമായി സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഒരു നടപടിയും പിന്നീട് ഇറക്കിയിട്ടില്ല എന്ന വിമർശനം സഭകൾ തന്നെ ഉന്നയിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വലിയ സമരം നടത്താനുമിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ബി.ജെ.പി. നേരിട്ട് സമരരംഗത്തേക്ക് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് നിയമസഭ അല്ലെങ്കിൽ ഈ നടക്കുന്ന കാലയളവിൽ തന്നെ സമരം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇടപെടുന്നത്. ഈ അടുത്ത കാലത്ത് കെ സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് തൃശ്ശൂരിൽ ഉൾപ്പെടെ സഭാ വോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മറുപടി. ക്രിസ്ത്യാനികളുടെ വോട്ട് നേടിയെടുക്കാൻ ക്രൈസ്തവ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപക്ഷെ CPM-ഉം കോൺഗ്രസും ഉയർത്തിക്കാട്ടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള രാഷ്ട്രീയമാണ് ഇവിടെ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു കൃത്യമായ ഫലത്തിൽ മറ്റ് രണ്ട് മുന്നണികൾക്കും ഇടപെടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വിവിധ തരത്തിലുള്ള ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. തനിക്കെതിരായ വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസെന്ന് കെ.ജെ. ഷൈൻ. തനിക്കെതിരെ ഇത്തരം വ്യാജ പ്രചരണം വരാൻ പോകുന്നുവെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും വ്യാജ പ്രചരണത്തെ ശക്തമായി നേരിടുമെന്നും കെ.ജെ. ഷൈൻ പറഞ്ഞു. ടീച്ചർ, ഈ ദിവസങ്ങളിൽ വലിയ രീതിയിലൊരു സൈബർ ആക്രമണം തന്നെ നേരിടേണ്ടി വന്നിരിക്കുന്നു. ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ഇത് അതിജീവിക്കാനുള്ളൊരു ശ്രമങ്ങൾ? സൈബർ ആക്രമണമെന്ന് നമ്മൾ ഇപ്പോൾ ശൈലജ ടീച്ചർ വലിയ മോശമായ രീതിയിൽ അത് നേരിട്ടു. പല സ്ത്രീകളും ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസ്സിലെ തന്നെ സ്ത്രീകളെ കോൺഗ്രസ്സുകാർ തന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴൊന്നും നമുക്ക് ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ അതിൻ്റെ തീവ്രത മനസ്സിലാകുക. അപ്പോൾ ആ ഒരു തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ
ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ 100 പേരോട് നമുക്ക് അതിന് ആൻസർ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്താണ് അത് വിശ്വസിച്ചിട്ടല്ല, പക്ഷെ എന്താ ടീച്ചറെ ഇതിങ്ങനെ കേൾക്കണേ, എന്താ ഇത് എന്തൊരു മോശമാണെന്നുള്ള രീതിയിൽ, ഇതാരാ ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരോടും നമുക്കിങ്ങനെ എനിക്ക് ഫോൺ കോളുകൾ ഇങ്ങനെ ഫോൺ എടുക്കാൻ നിലത്ത് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് ടീച്ചർക്കെതിരെ ബോംബ് എന്നാണ്. അപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആളെ തിരിച്ചറിഞ്ഞില്ലേ? എനിക്കെതിരെ ബോംബ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ബോംബ് പൊട്ടും എന്നുള്ളൊരു ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ അത് ഇങ്ങനെ ഈ അടുത്തുള്ളവരെ അടുത്തറിയുന്നവരെ ഒക്കെ തന്നെ നമ്മളങ്ങനെ രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ വ്യക്തികൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു വിഷമത്തോടു കൂടി, സങ്കടത്തോടു കൂടി അത് ആലോചിച്ചു. കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്ന് തന്നെയാണ് ടീച്ചർ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. കോൺഗ്രസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇത് ഞാൻ കൊടുക്കുന്നില്ല. അതിനകത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ ജീർണിച്ച മാനസികാവസ്ഥയുള്ള കുറേ പേര് അതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്, അധികാരത്തിനും പണത്തിനും വേണ്ടി. അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ മാർഗമൊന്നുമില്ല, ഇതിൽ പിടിച്ചു നിൽക്കുക, അതിനുവേണ്ടി ആ നല്ല രാഷ്ട്രീയത്തെ മോശപ്പെടുത്തുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ഏത് രാഷ്ട്രീയമാണെങ്കിലും. അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അതിനെ മലീമസമാക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരൊന്നും പറയുന്നില്ല, സ്വാഭാവികം അത് ആ രീതിയിൽ തന്നെ അത് പോകുമെന്നാണ് കരുതിയത്. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ രൂപവും ഭാവവും മാറുന്നത്. നമ്മൾ ആദ്യം കണ്ടായിരുന്ന നിർദോഷകരമായെന്ന് തോന്നിയ ഒരു സംഭവം വലിയ തോതിൽ വ്യക്തിപരമായിട്ട് ആളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്വാഭാവികമായിട്ട് ആദ്യം ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മളതൊക്കെ അറിയാവുന്ന പോലെ നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹവും അതുപോലെ നമ്മളറിയുന്ന നമ്മുടെ ബന്ധുക്കളും ഒക്കെ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഉപരി പറയുന്നത് നമുക്ക് പറയാനുള്ള നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുക. അവർ ജില്ലാ സെക്രട്ടറി വന്നു, എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ നേരിടണം എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടും കൂടെ ആയപ്പോഴേക്കും നമുക്കൊരു ധൈര്യം കിട്ടി, നമ്മളത് നേരിടുകയാണ്. തീർച്ചയായും അതിനൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്, അത് ആ രീതിയിൽ തന്നെയാണ് അത് രൂപീകരിക്കപ്പെട്ടത് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. തീർച്ചയായും കോൺഗ്രസ്സുകാർ തന്നെ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് ആ ടീച്ചർ പറയുകയും ചെയ്യുന്നു. കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയാണ് ഈ ഒരു വൈഷമ്യങ്ങളെ അതിജീവിച്ചത് എന്നവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. കേസും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷൈൻ ടീച്ചറും കുടുംബവും വ്യക്തമാക്കുന്നത്. എറണാകുളത്തെ CPM നേതാക്കൾക്കെതിരായ ആരോപണം എങ്ങനെ പുറത്തുവന്നെന്ന് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിൽ വ്യക്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് തന്റെ തലയിലേക്ക് വെക്കേണ്ടെന്നും സതീശൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് പുറത്തുപോയതെന്ന് അത് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിലുണ്ട്, വരികൾക്കിടയിലുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, കോൺഗ്രസ് ആസൂത്രിതമായി തല്ല നടത്തിയിരിക്കുന്നത്, ഇത് അദ്ദേഹത്തെ വേട്ടയാടുവാണ് എന്നാ പറയും. ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന് നിങ്ങൾ അന്വേഷിക്കും. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ 1 മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് എൻ്റെ തലയിൽ വെക്കണ്ട. ആര് എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനും ചെയ്തിട്ടില്ല. ഞാനാണ് കേസിലെ പ്രതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ ഇരയായ യുവതിയോട് നേരിൽ സംസാരിച്ച മാധ്യമപ്രവർത്തകയുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച്. രാഹുലിനെതിരെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വെളിപ്പെടുത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നതായി ഇവർ മൊഴി നൽകി. ഇരയായ യുവതിയുടെ പക്കൽ നിന്ന് ലഭിച്ച ചില നിർണായക തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇവർ കൈമാറിയതായാണ് സൂചന. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ DIG ഇരയായ തിരുവനന്തപുരം സ്വദേശിനിയോട് ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഗർഭചിത്ര ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയത്. 26-കാരിയായ ഇരയായ യുവതിയുമായി ആഴ്ചകൾക്ക് മുമ്പ് നേരിൽ സംസാരിക്കുകയും തുടർന്ന് സമൂഹമാധ്യമത്തിലൂടെ അവരുടെ ദുരനുഭവം പുറം ലോകത്തോട് പങ്കുവെക്കുകയും ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകയെ കൊച്ചിയിൽ നേരിൽ കണ്ടാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി മൊഴി നൽകിയ മാധ്യമപ്രവർത്തക നിർണായക തെളിവുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായാണ് വിവരം. പുറത്തുവന്ന വിവാദ ശബ്ദരേഖകളുടെ പൂർണ്ണരൂപം ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇവർ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയ യുവതിയുടെ വെളിപ്പെടുത്തലുകളും ശബ്ദരേഖയിൽ ഉള്ളതായാണ് സൂചന. സംഭവം പുറംലോകം അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന്
രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് കൈമാറിയ ശബ്ദരേഖയിൽ ഇരയായ യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. മാനസികാരോഗ്യം വീണ്ടെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് യുവതി സഹകരിച്ചാൽ കൈവശമുള്ള കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാമെന്നും മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയതായാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പാലക്കാട് നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ക്ഷണമില്ല. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയത്. പാലക്കാട് ഞായറാഴ്ചയാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാഹുൽ പാലക്കാടെത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ ശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഒഴിവാക്കൽ. വി.കെ. ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ തുടങ്ങിയവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആലപ്പുഴയിൽ വായ്പയ്ക്കായി KSFEയിൽ ഈട് നൽകിയ ആധാരങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരൻ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. KSFE ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് രാജീവ് ആണ് അറസ്റ്റിലായത്. 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് രാജീവ് നടത്തിയതായാണ് പരാതി. ഈടായി നൽകുന്ന ആധാരങ്ങൾ ഉപയോഗിച്ച് വിവിധ ബ്രാഞ്ചുകളിൽ തട്ടിപ്പ് നടത്തിയ സംഭവം ന്യൂസ് 18 ആണ് പുറത്തുകൊണ്ടുവന്നത്. വായ്പയ്ക്കായി നൽകിയ രേഖകൾ സ്വന്തം ചിട്ടിക്ക് ഈടായി നൽകിയാണ് രാജീവ് തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്ത് ജീവനക്കാരിയായ ഭാര്യ, അമ്മ എന്നിവരുടെ പേരുകളിലുള്ള ചിട്ടികൾക്ക് ഈടായി മറ്റുള്ളവർ നൽകിയ ആധാരങ്ങൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി. KSFE ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്കായി ഈട് നൽകിയ ആധാരം കലവൂർ ബ്രാഞ്ചിൽ രാജീവിന്റെ ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്കായി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സുമ എന്ന സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണഞ്ചേരി പോലീസാണ് രാജീവിനെ പിടികൂടിയത്. വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാണ് ഞങ്ങൾ ആധാരം ചോദിക്കുമ്പോഴത്തേക്കുമാണ് പറയുന്നത് ഒരെണ്ണവേ ഉള്ളൂ, ഒരെണ്ണം ഇല്ലെന്ന് പറയുന്നു. അത് ആരുടെയാണ്? നിങ്ങളുടെ ലോണിന് ആധാരം മാത്രമാണ്? ഞങ്ങളുടെ ഭർത്താവിന്റെ ആധാരമാണ് ലോണിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വഴിക്കെന്ന് പറഞ്ഞ കുറവ് ഭൂമിയുള്ള ആധാരമാണ്, കൊടുത്ത ആധാരമാണ് ഞങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സുമയെ കൂടാതെ വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ്, ബന്ധുവും ആപ്പൂർ സ്വദേശിയുമായ രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ താമസിക്കുന്ന 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങി തട്ടിപ്പ് നടത്തിയത്. വായ്പാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം 8 ലക്ഷം രൂപ KSFEയിൽ നിന്നും രവീന്ദ്രന്റെ പേരുള്ള അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. മാസത്തിരിച്ചടവിനുള്ള 12,000 രൂപ തന്റെ കൈവശം തന്നാൽ മതിയെന്ന് രാജീവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പല തവണകളിലായി 8 ലക്ഷം രൂപയും ഇവർ തിരിച്ചടച്ചു. പിന്നീട് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രന്റെ വീട് ജപ്തി ചെയ്യാനായി KSFE ജീവനക്കാർ എത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം രവീന്ദ്രൻ അറിയുന്നത്. അറസ്റ്റിലായ മണ്ണഞ്ചേരി പോലീസിനെ കൂടാതെ ആലപ്പുഴ സൗത്ത് പോലീസും രാജീവിനെതിരെ കേസെടുത്തിരുന്നു. പരാതിയെ തുടർന്ന് രാജീവിനെ KSFE സസ്പെൻഡ് ചെയ്തു. KSFE വിജിലൻസ് വിഭാഗവും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന എന്ന വാദം പൊളിയുന്നു. ഇതുവരെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് SIT ഹൈക്കോടതിയിൽ. ഗൂഢാലോചന സാധ്യത മാത്രമാണ് അന്വേഷിച്ചതെന്നും SIT കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം കേസ് പരിഗണിക്കവേ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ മൊഴി രേഖപ്പെടുത്താത്തതിൽ ജസ്റ്റിസ് നാഗപ്രസന്ന രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടന്നതായി തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് SIT കർണാടക ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. ഗൂഢാലോചന വശം മാത്രമാണ് അന്വേഷിച്ചത്. കേസിൽ സാക്ഷികളായ പുരന്ദര ഗൌഡയും തുക്കാറാം ഗൌഡയും സമർപ്പിച്ച റിട്ട് ഫയൽ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് നാഗപ്രസന്ന ഗൂഢാലോചനയിൽ വ്യക്തത തേടിയത്. ഹർജിക്കാരെ സാക്ഷികളായി പരിഗണിക്കാനും ചൂണ്ടിക്കാട്ടുന്ന പുതിയ ഇടങ്ങളിൽ പരിശോധന നടത്താനും കോടതി SITക്ക് നിർദ്ദേശം നൽകി. കേസിൽ പ്രതിയായ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ മൊഴി ബെൽത്തങ്ങാടി മജിസ്ട്രേറ്റ് മുൻപാകെ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ലെന്നും ജസ്റ്റിസ് നാഗപ്രസന്ന ചോദിച്ചു. മൊഴി രേഖപ്പെടുത്താത്തത് അസ്വാഭാവിക നടപടിയാണെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു. അനധികൃത മൃതദേഹ സംസ്കാരങ്ങളെക്കുറിച്ച് കൈവശമുള്ള വിവരങ്ങൾ സെപ്റ്റംബർ 26 നടക്കുന്ന അടുത്ത വാദത്തിൽ സമർപ്പിക്കാനും ഹർജിക്കാരോട് നിർദ്ദേശിച്ചു. ഗൂഢാലോചന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. അതേസമയം കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ കണ്ടെത്തിയ ബംഗളഗുഡയിൽ പരിശോധന തുടരാനാണ് SITയുടെ തീരുമാനം. ന്യൂസ് 18, ധർമ്മസ്ഥല. ഗസയിൽ സ്ഥിരമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക 15-ൽ 14 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഗസ സിറ്റിയിൽ ഇസ്രായേൽ കരയാക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് UN വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത്. അതിനിടെ ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ കരയുദ്ധവും ആകാശയുദ്ധവും കനക്കുകയാണ്. ഗസയിൽ ഇന്നലെ മാത്രം 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 4 കുട്ടികൾ പട്ടിണി കാരണം മരിക്കുകയായിരുന്നു. ഗസ സിറ്റിയെ കൂടുതൽ ദൈറുൽ
ബല നഗരത്തിലേക്കും ഇസ്രായേൽ സൈന്യം എത്തി. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, കരയുദ്ധം ഇസ്രായേൽ സേന വ്യാപിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഇപ്പോഴും ഗാസയിലെ ജനങ്ങളെ നേരിടുകയാണ് എന്നുള്ളത് തന്നെയാണ്. നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസമായി 200-ലധികം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ മരിച്ചു വീണിട്ടുണ്ട്. അതിനു പുറമെ പട്ടിണി മൂലം നിരവധി പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ പലായനവും ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 1,00,000-ലധികം ആളുകൾ ഗാസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തു. അതിനിടയിലാണ് UN-ൽ ഈ ഒരു സുരക്ഷാ കൗൺസിൽ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇത് 6ാം തവണയാണ് US ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിലെ വീറ്റോ ചെയ്യുകയും ചെയ്യുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇതോടുകൂടി ഈ പ്രമേയം പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇന്നലെ ഈ സുരക്ഷാ കൗൺസിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ 15 രാജ്യങ്ങളിൽ 14 രാജ്യങ്ങളും അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ US ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇതോടുകൂടിയാണ് ഈ പ്രമേയം വീണ്ടും പാസ്സാകാതെ പോവുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉടലെടുക്കുകയും ചെയ്ത് എന്തായാലും ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഗാസയിലെ സമാധാനം ഒരു തരത്തിലും US ആഗ്രഹിക്കുന്നില്ല എന്ന നടപടിയാണ് ഇതിലൂടെ നമുക്ക് വെളിവാവുകയും ചെയ്യുന്നത്. പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് ഇപ്പോഴും US വാഗ്ദാനം ചെയ്യുന്നു. അല്ലെങ്കിൽ അതിനൊരു മൗന സമ്മതം നൽകിക്കൊണ്ടായിരുന്നു നേരത്തെ ആക്രമണം നടത്തിയെങ്കിൽ ഇപ്പോഴും ഒരു പരസ്യ പിന്തുണ US-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു നടപടിയോട് കൂടി കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. ആകാശമാർഗവും ഒപ്പം തന്നെ കരമാർഗവും ഒരുപോലെ തന്നെ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ സേന. അശ്വതി, ശരി. കിഴക്കൻ റഷ്യയിൽ ശക്തമായ ഭൂകമ്പം. ഇന്ന് പുലർച്ചെയാണ് റഷ്യയിലെ കംചാറ്റ്സ്കി മേഖലയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏഷ്യ കപ്പിലെ അച്ചടക്ക ലംഘനത്തിൽ പാകിസ്ഥാനെതിരെ ICC നടപടിയെടുക്കും. മാച്ച് റഫറിയുടെ മുറിക്കുള്ളിൽ അനുവാദമില്ലാതെ വീഡിയോ ചിത്രീകരിച്ചതിന് ICC CEO സഞ്ജോഗ് ഗുപ്തയാണ് PCBക്ക് നോട്ടീസ് അയച്ചത്. മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റുമായി കോച്ച് മൈക്ക് ഹസനും ക്യാപ്റ്റൻ സൽമാൻ ആഗയും കൂടിക്കാഴ്ച നടത്തുന്നതാണ് പാക് മീഡിയ മാനേജർ പകർത്തിയത്. മാച്ച് റഫറി മാപ്പ് പറഞ്ഞുവെന്ന് PCBയുടെ വാർത്താക്കുറിപ്പിലും ICC വിശദീകരണം തേടിയെന്നാണ് സൂചന. ഏഷ്യ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരം. ഒമാനാണ് എതിരാളികൾ. നേരത്തെ തന്നെ സൂപ്പർ 4-ൽ എത്തിയതിനാൽ മത്സരഫലം പ്രസക്തമല്ല. ആദ്യ മത്സരങ്ങളിൽ വെല്ലുവിളി നേരിടാതെ മുന്നേറിയ ഇന്ത്യ കൂടുതൽ താരങ്ങൾക്ക് മത്സര പരിചയം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിയേക്കും. രാത്രി 8-ന് ദുബായിലാണ് മത്സരം. കാസർഗോഡ് മലപ്പച്ചേരിയിൽ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലം പ്രതിസന്ധിയിലായി നിർധന കുടുംബം. ഈ മാസം 22-നകം വീട്ടിൽ നിന്ന് ഒഴിയണമെന്നാണ് കേരള ബാങ്കിന്റെ നിർദ്ദേശം. പഞ്ചായത്തിന്റെ സഹായത്താൽ നിർമ്മിച്ച വീട്ടിൽ കഴിയുന്ന കുടുംബം ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. സെപ്റ്റംബർ 20-ന് വീട് പൂട്ടി താക്കോൽ നൽകണം. അല്ലെങ്കിൽ ഈ മാസം 22-ന് പോലീസുമായി വന്ന് താമസം ഒഴിപ്പിക്കും. ഇതാണ് കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖ അധികൃതർ ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 4 ലക്ഷം രൂപയിൽ നിർമ്മിച്ച വീട്ടിലാണ് ഈ നിർധന കുടുംബം കഴിയുന്നത്. 22-ാം തീയതി പോലീസുകാരെയും കൊണ്ടുവന്ന് ഇറക്കി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല, ഒരു വഴിയില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞങ്ങളെ കൊണ്ടാവും. സംഭവിച്ചിരിക്കുന്നത് ഈ കുഞ്ഞു പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. 2014-ൽ കുടുംബം കേരള ബാങ്കിൽ നിന്ന് 2,40,000 രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ വെള്ളം കിട്ടാത്ത പ്രദേശത്ത് കുഴൽക്കിണർ കുഴിച്ചതോടെ അതിനായി പണം ചിലവഴിച്ചു. ഇതോടെ തിരിച്ചടവും മുടങ്ങി. എനിക്ക് പല രോഗങ്ങളായി, പലർക്കും ബുദ്ധിമുട്ടും
പണിയും ജോലിയും ഇല്ലാതായി. അതിനിടയ്ക്ക് കുഞ്ഞ് ഇപ്പോൾ ഉണ്ടായി. 3.5 വയസ്സായി കുഞ്ഞിന് ചികിത്സ ഉണ്ടായപ്പോൾ മുതൽ ആശുപത്രിയിൽ ഇറങ്ങി കിടക്കുവാണ്. 2 മാസം കോഴിക്കോട് കിടന്നു. അങ്ങനെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് മുതലുള്ള ചികിത്സ. അപ്പോൾ കുഞ്ഞിന് സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കുകയില്ല, 2 കാലിനും വളവുണ്ട്, നടക്കുകയില്ല, കിടന്ന് ഉരുളുക മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇപ്പോൾ കുഞ്ഞ് പരിഹാരം മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഏക ആശ്രയമായ മകനും മകന്റെ കുട്ടിയും രോഗബാധിതരായതോടെ ദുരിതം കൂടി. ഇപ്പോൾ 5,80,000 രൂപ അടക്കണമെന്നാണ് ബാങ്കിന്റെ നിർദ്ദേശം. സഹായിക്കാൻ ആരെങ്കിലും എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇവർ. ന്യൂസ് 18 കാസർഗോഡ്. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നതിൽ മാർഗനിർദ്ദേശം വേണമെന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ജലപീരങ്കികളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധജലമാണോ എന്ന് ഉറപ്പുവരുത്തണം. യൂത്ത് കോൺഗ്രസ് എറണാകുളം വൈസ് പ്രസിഡന്റ് സൽമാനാണ് പരാതി നൽകിയത്. പാലിയക്കരയിൽ ടോൾ പിരിക്കാമെന്ന് ഹൈക്കോടതി. ഉപാധികളോടെ ടോൾ പിരിവിന് കോടതി അനുമതി നൽകി. തിങ്കളാഴ്ച ഉത്തരവിറക്കുമെന്നും അന്നു മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കാമെന്നും കോടതി അറിയിച്ചു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും കേസ് അവസാനിപ്പിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി കൃത്യമായ ഇടവേളകളിൽ പരിശോധന തുടരും. താമരശ്ശേരിയിൽ യുവാവിന് കുത്തേറ്റു. അമ്പായത്തോട് അറമുക്ക് മുഹമ്മദ് ജിനീഷിനാണ് കുത്തേറ്റത്. ഇയാളുടെ കാറും തകർത്തു. താമരശ്ശേരി താഴെ പരപ്പൻപൊയിലിൽ വച്ചായിരുന്നു സംഭവം. കുത്തേറ്റ മുഹമ്മദ് ജിനീഷ് മയക്കുമരുന്ന് വിതരണ സംഘവുമായി ബന്ധമുള്ളയാളും തട്ടിക്കൊണ്ടുപോകൽ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയുമാണ്. കോഴിക്കോട് ഭാഗത്തു നിന്നും കാറിലെത്തിയ സംഘമാണ് കുത്തിയത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പര്യടനം തുടരുന്നതിനിടെയാണ് ഇരുവരും വയനാട്ടിൽ എത്തുന്നത്. സ്വകാര്യ സന്ദർശനമാണെന്നും ഇരു നേതാക്കൾക്കും പൊതുപരിപാടികളില്ലെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇരുവരുമായും കൂടിക്കാഴ്ച നടത്തി. MM മണിയുടെ മകൾക്കും ഇരട്ട വോട്ടെന്ന ആരോപണം. CPM രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രന് 2 പഞ്ചായത്തിൽ വോട്ടുണ്ടെന്നാണ് ആരോപണം. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരിയായ സുമയ്ക്ക് 5-ാം വാർഡിലാണ് വോട്ടുള്ളത്. മുൻപ് രാജകുമാരി പഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ നിന്നും മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. ഇപ്പോഴും രാജകുമാരിയിലെ 1-ാം വാർഡിലും വോട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ CPMന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറിയുമായ ശ്രീമതി സുമാ സുരേന്ദ്രന് രാജകുമാരി 1-ാം വാർഡ് 307-ാം നമ്പർ വോട്ടറാണ്. എന്നാൽ ഈ വ്യക്തിക്ക് രാജാക്കാട് 5-ാം വാർഡിലെ 798-ാം നമ്പർ വോട്ടറും കൂടിയാണ്. അങ്ങനെ ഇരട്ട വോട്ടാണ്. 1998. അതേസമയം രാജകുമാരിയിൽ താമസിച്ചിരുന്ന സമയത്താണ് അവിടെ വോട്ടുണ്ടായിരുന്നതെന്നും താമസം മാറിയതോടെ പേര് നീക്കം ചെയ്യാൻ അപേക്ഷ കൊടുത്തിരുന്നെന്നും സുമാ സുരേന്ദ്രൻ പ്രതികരിച്ചു. മാതാ അമൃതാനന്ദമയിയുടെ 72-ാം ജന്മദിനവും കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിന്റെ 25-ാം വാർഷികവും ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൗജന്യ കാർഡിയോളജി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാതൃസ്പർശം എന്ന് പേരിട്ട ക്യാമ്പിൽ കേരളത്തിന് പുറത്തുനിന്നും 500-ലധികം കുട്ടികളും അവരുടെ കുടുംബങ്ങളും പങ്കെടുത്തു. കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാരുടെ സേവനത്തിൽ കാരുണ്യം ഉണ്ടാകണമെന്ന് മാതാ അമൃതാനന്ദമയി വീഡിയോ സന്ദേശത്തിലൂടെ ഓർമ്മിപ്പിച്ചു. തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയും ഈ ക്യാമ്പിലൂടെ ലഭ്യമാക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,205 രൂപ, പവന് 81,640 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 8,455 രൂപ, പവന് 67,640 രൂപ. വെള്ളി ഗ്രാമിന് 140 രൂപ, കിലോയ്ക്ക് 1,40,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. നമസ്കാരം.